ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എന്നെ കുറുമ്പീസ് വേൾഡ്. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് എൻ്റെ തമ്പ്നെയിൽ കണ്ടിട്ടായിരിക്കുമല്ലോ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുന്നത്. കൂടുതൽ വലിച്ചു നീട്ടാതെ കാര്യത്തിലോട്ട് കിടക്കാം. ഇന്ന് നമ്മൾ പറയുന്ന ഇതിനകത്ത് ഞങ്ങളുടെ ഒരു ലൈഫ് സ്റ്റോറിയാണ്. എൻ്റെ മോൾക്ക് ഉണ്ടായൊരു ആക്സിഡൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്തിനാണിത് വന്ന് പറയണതെന്ന് ചിലപ്പോൾ ആരെങ്കിലും കമൻറ്റ് ചെയ്ത് ചോദിക്കുമായിരിക്കും. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത്, ഞങ്ങളിപ്പോൾ തുടങ്ങിയിരിക്കുന്ന ചാനൽ ലൈഫ് സ്റ്റൈൽ വ്ളോഗാണ്. അപ്പം നമ്മുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ പറയാമെന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത്. മോളാണല്ലോ ഇതിനകത്തുള്ളത്. അപ്പം അവളുടെ ലൈഫിൽ നടന്നൊരു സംഭവം ഇതിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിപ്പം നടന്നതല്ല, വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണ്. എൻ്റെ മോൾക്ക് 1.5 വയസ്സുണ്ടായപ്പോൾ നടന്നൊരു സംഭവമാണ്. ഇപ്പോഴും അതിൻ്റെത് എൻ്റെ മോൾ അനുഭവിക്കുന്നുണ്ട്. അതിൻ്റെ ബാക്കിയായിട്ട് എന്താണേലും ഞാൻ ആ നടന്ന സംഭവം പറയാം. അവൾക്ക് 1.25 വയസ്സായ സമയത്താണ് നടക്കുന്നത് കേട്ടോ. അപ്പം ചേട്ടൻ്റെ വീട് വന്നിട്ട് കാസർഗോഡാണ്. ഞങ്ങൾ വിഷു ആഘോഷിക്കാൻ വേണ്ടി കാസർഗോഡിന് പോയി. വിഷുവൊക്കെ ആഘോഷിച്ച് 2-3 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് കോട്ടയത്തിന് വരികയാണ്. അപ്പം അന്ന് വരാൻ ശരിക്കും പറഞ്ഞാൽ മടിയുണ്ടായിരുന്നു. എന്തൊക്കെയോ പോകണ്ട അല്ലെങ്കിൽ എന്തൊക്കെയോ തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളങ്ങ് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇറങ്ങി. ഒരു 5:30 ആകുമ്പോഴാണ് നമുക്ക് സാധാരണ ബസ് ഉണ്ടാവാറ്, ഒരു KSRTC. ഞങ്ങൾ അതിൽ കയറാൻ വേണ്ടി വന്നിട്ട് അന്നാണെങ്കിൽ ആ ബസ് ഇല്ലായിരുന്നു. കുറച്ച് നേരം നിന്നപ്പോൾ പിന്നെ എന്നാൽ തിരിച്ച് പോയേക്കാം, നാളെ വല്ലതും പോകാമെന്ന് പറഞ്ഞ് തിരിച്ച് പോകാൻ വേണ്ടി നിന്നപ്പോഴേക്കും 6 മണിക്ക് ഒരു ബസ്സുണ്ട്, അതിന് പോകാമെന്ന് ഇങ്ങനെ അവിടെ ആരോ പറയുന്ന കേട്ടിട്ട് ഞങ്ങൾ പിന്നെ എന്നാൽ ഓക്കെ എന്താണെങ്കിലും ഇറങ്ങിയതല്ല, അതിന് പോയേക്കാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ അതുവരെ നമ്മൾ ആ വണ്ടിക്ക് അങ്ങനെ പോയിട്ടില്ല. നമ്മളെന്നും 5:30ക്കാണ് പോകാറ്. അതിന് കയറാൻ വേണ്ടി നിന്നു. ആ ബസ് വന്നപ്പോഴേക്കും നമ്മൾ അതിനകത്ത് കയറി അച്ഛനോടും അമ്മയോടൊക്കെ യാത്ര പറഞ്ഞിട്ട് ഞങ്ങളിങ്ങ് പോന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും ആ ബസ്സിൽ കയറിയപ്പോൾ തന്നെ ചേട്ടന് സീറ്റ് കിട്ടി. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ കയറുന്ന അവിടെയുള്ള വാതിലിൻ്റെ തൊട്ടടുത്ത സീറ്റിൽ ഒരു പ്രായമുള്ള ഒരാളും ഒരു ചേട്ടനും ഇരിപ്പുണ്ട്. അതിൻ്റെ തൊട്ട് ബാക്കിൽ ഒരാളിരിപ്പുണ്ട്. അവിടെ ഒരു സീറ്റ് ഒഴിവുണ്ടായിരുന്നു. അവിടെ എന്താക്കി, എൻ്റെ ഹസ്സും കുട്ടിയും കൂടെ ഇരുന്നു. മോളെ പിടിച്ചുകൊണ്ടിരുന്നു. മോളിങ്ങനെ കമ്പിയിലൊക്കെ പിടിച്ച് കളിച്ചുകൊണ്ട്, കുഞ്ഞ് 1.25 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ, ഇങ്ങനെ നിൽക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ എനിക്ക് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ലേഡീസ് സീറ്റിൽ ഒരു സീറ്റും കിട്ടി. അപ്പം നമ്മൾ അവിടെ ഇരിക്കുകയാണ്. ഒരു സ്റ്റോപ്പ് കഴിഞ്ഞ് 2-മത്തെയോ 3-മത്തെയോ സ്റ്റോപ്പ് ആയപ്പോഴേക്കും വണ്ടി നിർത്തി. ആളിറങ്ങാൻ വേണ്ടി പോകുമ്പം ഈ വാതിലിൻ്റെ തൊട്ടടുത്തുള്ള ആ സീറ്റിലിരുന്ന് പ്രായമായ മനുഷ്യൻ ഇറങ്ങി സ്റ്റെപ്പിൻ്റെ അവിടെ നിന്നിട്ട് പുള്ളിയുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ബോട്ടിൽ തുറന്നിട്ട് ഈ മനുഷ്യൻ്റെ ദേഹത്തോട്ട് ഒഴിച്ചു. അതായത് ഇയാളുടെ കൂടെ ഇരുന്ന മനുഷ്യൻ്റെ ദേഹത്തോട്ട് ഇത് മൊത്തത്തിൽ അങ്ങ് ഒഴിച്ചു. ആ പുള്ളിക്ക് 75% പൊള്ളലുണ്ടായിരുന്നു. ആ പുള്ളിയുടെ ദേഹത്തോട്ട് ഒഴിച്ചു. എൻ്റെ മോൾ ഇതിൻ്റെ ബാക്കിൽ കമ്പി പിടിച്ച് കളിച്ചുകൊണ്ട് നിന്നുകൊണ്ട് തന്നെ ഈ പുള്ളിയുടെ ദേഹത്ത് വീണതിൻ്റെ ബാക്കി ആസിഡാന്ന് നമുക്ക് അപ്പം അറിയില്ലായിരുന്നു കേട്ടോ. അതെന്തോ ചേട്ടൻ അപ്പം വിചാരിച്ചത് ചൂടുവെള്ളമായിരുന്നു എന്നാണ്. അത് ബാക്കി തെറിച്ചിട്ട് എൻ്റെ മോളുടെ പകുതി അങ്ങോട്ട് ചേട്ടൻ വിചാരിച്ചു, ചേട്ടൻ കരഞ്ഞത് എൻ്റെ മോളുടെ ദേഹത്ത് ചൂടുവെള്ളം വീണു എന്ന് പറഞ്ഞിട്ടാണ് ആദ്യം ഇതായത്. പിന്നീടാണ് നമുക്ക് മനസ്സിലായത്, അതിൻ്റെ ഗ്യാസൊക്കെ വരാൻ തുടങ്ങിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അത് ചൂടുവെള്ളമല്ല, ആസിഡായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം അതിനകത്തുനിന്നൊരു ഗ്യാസൊക്കെ വരാൻ തുടങ്ങി. ഇയാൾ ഇത് ഒഴിച്ചിട്ട് ഇറങ്ങി ഓടി. ആസിഡാന്ന് മനസ്സിലായപ്പോഴേക്കും പുറകെ ആൾക്കാർ പോയിട്ട് പുള്ളിയെ പിടിച്ച് അടിക്കാനൊക്കെ തുടങ്ങി. നമ്മളപ്പോഴേക്കും കുഞ്ഞിൻ്റെ ദേഹത്ത് വീണപ്പോഴേക്കും കുഞ്ഞിൻ്റെ ദേഹത്ത് വീണപ്പോഴേക്കും നമുക്കെന്താ ചെയ്യേണ്ടതെന്നറിയില്ല. നമ്മളാകെ പേടിച്ചു പോയി. കുഞ്ഞിനെ എടുത്തുകൊണ്ട് നമ്മൾ ഓടുക, എന്താ ചെയ്യേണ്ടത്. അപ്പം അവിടെ അടുത്ത് ഒരു വീടുണ്ടായിരുന്നു. ആ വീട്ടിലോട്ട് ഓടിച്ചെന്നു. ആ വീട്ടിൽ അവർ നല്ല ആൾക്കാരായതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു, പൈപ്പിൽ നിന്ന് വെള്ളം അടിച്ചിട്ട് എൻ്റെ മോളുടെ ദേഹത്തോട്ട് മൊത്തം ഒഴിച്ചു. നല്ല ശക്തിയായിട്ട് അവർ വെള്ളം ഒഴിച്ചു. അതുകൊണ്ട് തന്നെ അത്രയും കാഠിന്യം കുറഞ്ഞു കിട്ടി. ഇല്ലായിരുന്നെങ്കിൽ ഓർക്കാൻ പോലും വയ്യ ദൈവമേ. അപ്പം അത്രയും കാഠിന്യം കുറഞ്ഞു കിട്ടി. അപ്പോൾ ഞങ്ങൾ കണ്ടായിരുന്നു ഈ 70-75% പൊള്ളലായിട്ട് പുള്ളി അവിടെ മണ്ണിൽ കിടന്ന് ഉരുളുമായിരുന്നു. ആ സമയത്ത് ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ ഇതുകൊണ്ട് തന്നെ വെള്ളം കൊച്ചിൻ്റെ മേത്തോട്ട് ഒഴിച്ചിട്ട് ഞങ്ങൾ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഓടി റോഡിൽ വന്നു. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഭാഗ്യം കൊണ്ട് എവിടെ നിന്നാണെന്നറിയില്ല, ദൈവം പറഞ്ഞു വിട്ട പോലൊരു കാറുകാരൻ വന്നു. നമ്മൾ കൈ കെട്ടി തന്നെ പുള്ളി ഞങ്ങൾ അതിനകത്ത് കയറ്റിയിട്ട് ഞങ്ങളെയും കൊണ്ട് ആശുപത്രിയിലോട്ട് പോവാം. അപ്പോൾ തന്നെ നമ്മൾ വേഗം അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ ഇങ്ങനൊരു സംഭവം കൊണ്ട് പെട്ടെന്ന് വരാൻ പറഞ്ഞു. അച്ഛൻ കുളിക്കാൻ എങ്ങാണ്ട് വെള്ളം കോരാൻ വേണ്ടി നിൽക്കുമോ. അച്ഛൻ അങ്ങനെ തന്നെ ഇറങ്ങി ഓടി വന്നു.
അതായത് ഡ്രസ്സ് പോലും ആ ഉടുത്ത കൈലി മാത്രമേ ഉള്ളൂ. അച്ഛൻ ഷർട്ട് പോലും ഇടാണ്ട് അച്ഛൻ ഇറങ്ങി ഓടി വന്നു. ചേട്ടൻ്റെ അനിയൻ ഇവിടെ ഇല്ലായിരുന്നു. നമ്മൾ അപ്പം തന്നെ ആ കാറിൽ നേരെ ചെറുപുഴ ആശുപത്രിയിൽ ചെന്നു. അവിടെ ചെന്നിട്ട് ഇവർ ഉടുപ്പ് കത്രിക കൊണ്ട് കട്ട് ചെയ്ത് മാറ്റിയപ്പോഴേക്കും കൊച്ചിന് നല്ല പൊള്ളലുണ്ട്. ഇതിങ്ങനെ ഇരിക്കും തോറും ഇതിങ്ങനെ ഭയങ്കരമായിട്ട് ഇതാവാൻ തുടങ്ങി. എനിക്ക് ഇതിനകത്ത് ഫോട്ടോസ് ആഡ് ചെയ്യാൻ പറ്റാഞ്ഞിട്ടാണ്. അവളുടെ ഫോട്ടോസൊക്കെ ഉണ്ട്, നമുക്കിങ്ങനെ യൂട്യൂബിൽ ആഡ് ചെയ്യാൻ പറ്റില്ല കുട്ടികളുടെ അങ്ങനെയുള്ള ഫോട്ടോസ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാനൊന്ന് ആഡ് ചെയ്യാത്തത്. അപ്പോഴത്തേക്കിനും അവളുടെ മുഖമൊക്കെ മാറാൻ തുടങ്ങി. അയ്യോ സഹിക്കാൻ പറ്റത്തില്ല, നമുക്കൊന്ന് കണ്ട് നിൽക്കാൻ പറ്റത്തില്ല കേട്ടോ. ഒരമ്മ എന്ന രീതിയിൽ പറ്റത്തില്ല ഒന്നും കാണാൻ. എന്നിട്ട് നമുക്ക് അവിടുന്ന് അവരപ്പം തന്നെ നമ്മളോട് പറഞ്ഞു പയ്യന്നൂർ കൊണ്ടുപോകാൻ പറഞ്ഞു. നമ്മൾ നേരെ അവളെ അവിടുന്ന് അപ്പം തന്നെ അടുത്ത വണ്ടി കയറ്റിയിട്ട് നമ്മൾ പയ്യന്നൂർ കൊണ്ടുപോയി. അവിടെയും കൊണ്ടുപോയിട്ട് അവരും എടുത്തില്ല. അവർ പറഞ്ഞു പരിയാരം മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു. ഞങ്ങൾ അവിടുന്ന് പരിയാരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. എൻ്റെ കുഞ്ഞിനെ അവിടെ ചെന്നിട്ട് അവർ എന്നെയാണ് അകത്ത് കയറ്റിയത്. ചേട്ടനെ കൊണ്ട് ഒട്ടും പറ്റത്തില്ലായിരുന്നു. ഞാനാണ് അകത്ത് കയറി കുഞ്ഞിൻ്റെ മേത്ത് അവർ എന്തൊക്കെയോ ചെയ്തു. പൊള്ളലിന് വേണ്ടിയിട്ട് എന്തൊക്കെയോ മെഡിസിനും കാര്യങ്ങളൊക്കെ ചെയ്ത് അവിടെ അഡ്മിറ്റാക്കി. ഒരു 3-2 മാസത്തോളം അവിടെ അഡ്മിറ്റായിരുന്നു തോന്നുന്നു കേട്ടോ. അവിടുന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്ത് ഓരോ ദിവസം ഇതിങ്ങനെ മാറി. പിന്നെ ഒരു ചെറിയ ഓപ്പറേഷൻ പോലെ ചെയ്തിട്ട് ഇവളുടെ തൊലിയൊക്കെ എടുത്ത് മാറ്റി. പിന്നെ നമ്മൾ കണ്ണിൽ വായക്കകത്തൊക്കെ പോയിട്ട് വായക്കകത്ത് ഇങ്ങനെ പൊള്ളൽ പോലെയൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ മെഡിസിൻ കൊടുത്തു. പിന്നെ അവർ പറഞ്ഞു ചിലപ്പം കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് പ്രശ്നം വരുമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ അതിന് ട്രീറ്റ്മെൻറ്റ് എടുത്തു. അങ്ങനെ കുറേ നാളത്തെ ആശുപത്രിവാസം കൊണ്ടാണ് എൻ്റെ മോളെ ഞങ്ങൾക്ക് തിരിച്ച് കിട്ടിയത്. അപ്പം അതിനകത്ത് ഡോക്ടേഴ്സ് പറയുന്നുണ്ട് കുഞ്ഞായതുകൊണ്ട് തന്നെ ചിലപ്പം വളർന്നു വരുംതോറും സ്കിന്നൊക്കെ മാറിക്കോളുമെന്ന്. അങ്ങനെ ആയി ഇപ്പം അവൾക്ക് വലിയ കുഴപ്പമില്ല. എന്താണെന്ന് വെച്ചാൽ അവളുടെ ഇവിടുത്തെ തലയുടെ അവിടുത്തെ മുടി അവിടെ വളരത്തില്ല. അവിടുത്തെ ആ സ്കിന്ന് മൊത്തം നശിച്ചു പോയി. അപ്പം ആ ഒരു പോർഷനിൽ അവൾക്ക് മുടി വരില്ല. അതുപോലെ അവളുടെ മൂക്കിൻ്റെ അവിടെയും കുറച്ചേറെ പൊള്ളിയിട്ടുള്ളത് കൊണ്ട് തന്നെ അവിടെയും അവൾക്ക് കുറച്ച് അവൾ ചിരിക്കുകയൊക്കെ ചെയ്യുമ്പോഴേക്കും ഇങ്ങനെ മൂക്കിൻ്റെ അവിടെ ഇങ്ങനെ ചുളിവ് വരും. പിന്നെ ഈ ഹെയറിൻ്റെ അവിടെ മുടി അവിടെ വളരത്തില്ല. അപ്പം അവളെ ഹെയർ സ്റ്റൈലായിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഇങ്ങനെ ചെരിച്ച് ഇതാക്കി കൊടുത്തു. മുടി പെൺകുട്ടിയല്ലേ, ഞങ്ങൾക്ക് ഭയങ്കര പേടിയായിരുന്നു. പെൺകുട്ടിയല്ലേ അപ്പം വളർന്നു വരുമ്പോൾ എന്താവുമെന്ന്. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു നമ്മളോട് പേടിക്കണ്ട, കുഞ്ഞായതുകൊണ്ട് തന്നെ അവളുടെ സ്കിന്ന് വളർന്നു വരും, അപ്പോൾ അത് ഓക്കെ ആവും, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ടെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു സമാധാനത്തിലായിരുന്നു. പിന്നെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോയി ട്രീറ്റ്മെൻറ്റ് എടുത്ത് എന്താണേലും അവൾക്കിപ്പോൾ ഇത്രയും മാറ്റം വന്നു. അപ്പോൾ ഇത് മറ്റേ പുള്ളിക്ക് ഇത് ചെയ്ത ആൾക്ക് കേസുണ്ടായിരുന്നു, അതിനെതിരെ കേസുണ്ടായിരുന്നു. പുള്ളിക്ക് ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. ഇപ്പോൾ പുള്ളി വെളിയിലാണെന്ന് തോന്നുന്നു. എന്തോ പുള്ളിക്ക് ക്യാൻസറോ അങ്ങനെയൊക്കെ ആയിട്ട് പുള്ളി ഇപ്പം വെളിയിലാണെന്ന് തോന്നുന്നു, ഇറങ്ങിയിട്ടുണ്ട്, ജാമ്യത്തിന് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഇയാളിത് എന്തിനാണ് ചെയ്തതെന്ന് നമ്മൾ പിന്നീട് അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് ഈ ബസ്സിൽ കയറിയതിന് ശേഷം ഇയാൾ സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറുകയും സ്ത്രീകളോട് അനാവശ്യമായി കമൻ്റൊക്കെ പറഞ്ഞപ്പം ഇയാളുടെ അടുത്തിരുന്ന വ്യക്തി അതിനെതിരെ സംസാരിച്ചു, അങ്ങനെ പറയരുത് എന്ന് പറഞ്ഞിട്ട് അവർ തമ്മിലെന്തോ വഴക്കുണ്ടായി ബസ്സിൽ വെച്ചിട്ട്. അതിൻ്റെ വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ട് ഈ പുള്ളിക്ക് റബ്ബറിൻ്റെ ഇതുണ്ട്. അപ്പോൾ അതിൻ്റെ ഷീറ്റ് അടിക്കാൻ വേണ്ടിയിട്ടെങ്ങാണ്ട് ഈ ആസിഡ് വാങ്ങിച്ചുകൊണ്ട് പോയതാണ്. ആ ആസിഡാണ് പുള്ളി ഒഴിച്ചത്. മറ്റേ പുള്ളിക്ക് 75% പൊള്ളലുണ്ടായിരുന്നു. എൻ്റെ മോൾക്ക് ഇത്രയും, എൻ്റെ മോളുടെ ഒരു വശം മൊത്തം, അതായത് മുഖത്തിൻ്റെ ഒരു പകുതി, ബാക്ക് സൈഡ് മൊത്തം, അവളുടെ കാല് കൈ മൊത്തം അങ്ങനെയായിരുന്നു പുള്ളിയുടെ. അവിടെ ഈ കഴുത്തിൻ്റെ അവിടെ മൊത്തം, അതെല്ലാം ഇപ്പം മാറി കേട്ടോ, അതെല്ലാം മാറി. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അതൊക്കെ മാറി. ഇപ്പം ആ തലയുടെ ഇവിടുത്തെ മുടി വരാത്തതും ഈ മൂക്കിൻ്റെ ഇതും മാത്രമേ ഉള്ളൂ. നമുക്ക് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ ആശുപത്രിയിൽ നിന്ന് വീട്ടിൽ വന്ന സമയത്ത് ഞാൻ പറയാൻ വിട്ടുപോയി, എൻ്റെ മോളുടെ ചേട്ടൻ്റെ കയ്യിലായിരുന്നല്ലോ മോള്. എൻ്റെ ചേട്ടൻ്റെ ഒരു കൈ മൊത്തം പൊള്ളിയായിരുന്നു, വലത് കൈ മൊത്തം പൊള്ളിയായിരുന്നു പുള്ളിയുടെ. പക്ഷേ അത് നമ്മൾ പിന്നീടാണ് കാണുന്നത്. കുഞ്ഞിനെ മാത്രം നമ്മൾ നോക്കിക്കൊണ്ടിരുന്നതുകൊണ്ട് തന്നെ ചേട്ടൻ്റെ കൈ നമ്മൾ ശ്രദ്ധിച്ചില്ല. പിന്നീട് കണ്ടായിരുന്നു ചേട്ടൻ്റെ കൈ, വലത് കൈ പകുതി പൊള്ളിയിട്ടുണ്ടായിരുന്നു. അത് പക്ഷേങ്കിൽ മാറില്ല, കാരണം അത് നമ്മൾ വലിയ ആൾക്കാരായതുകൊണ്ട് തന്നെ ആ സ്കിന്ന് അതങ്ങനെ ആയിരിക്കും. ആ മുറിവ് ഉണങ്ങിയെന്നല്ലാണ്ട് അതിൻ്റെ ആ ഒരു പാടൊന്നും ഇതുവരെ മാറിയിട്ടില്ല.
അപ്പോൾ ചേട്ടനും ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ ഒന്ന് വീട്ടിൽ വന്നതിന് ശേഷം ജോലിക്ക് പോകാൻ പറ്റില്ല. കുഞ്ഞിനെ ആണെങ്കിലും നമുക്ക് അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ടൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെയായിരുന്നു, ചേട്ടൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു. അന്നേരം ഇവിടെ ചീമേനിയോ അവിടെ ആ അടുത്ത ഭാഗത്തെങ്ങാണ്ട് നമ്മുടെ ഉമ്മൻചാണ്ടി സാറ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളോട് ആൾക്കാർ പറഞ്ഞു, അവിടെയുള്ളവർ പറഞ്ഞു, അവിടെ പോവുകയാണെങ്കിൽ ഉമ്മൻചാണ്ടി സാറ് നമ്മളെ സഹായിക്കുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കുഞ്ഞിനെയും കൊണ്ട് അവിടെ പോയായിരുന്നു. അപ്പോൾ അത്രയും തിരക്കായിരുന്നു, അതുപോലെ തിരക്കായിരുന്നു അവിടെ കേട്ടോ. പക്ഷേ ഞങ്ങളുടെ കാര്യം അവിടെ ആരാണ്ട് അവതരിപ്പിച്ചപ്പോഴേക്കും ഞങ്ങൾ അങ്ങോട്ട് കടത്തിവിടാൻ പറഞ്ഞിട്ട് നമ്മൾ അടുത്ത് ചെന്നു. ഞങ്ങൾക്ക് 1,00,000 രൂപയുടെ സഹായം തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും ഒരിക്കലും മറക്കത്തില്ല. ഞങ്ങൾക്ക് വേണ്ടി അത്രയും എനിക്ക് പറയാൻ പറ്റുന്നില്ല കേട്ടോ. ഞാനിത് നമ്മൾ മറക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളാണ്, അതുപോലെ നമുക്ക് സങ്കടം വരുന്ന കാര്യമാണ്. അതുകൊണ്ട് നമുക്കങ്ങനെ സഹായം ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു ഉമ്മൻചാണ്ടി സാറ്. പിന്നെ അതുകൂടാണ്ട് ഒരുപാട് പേര്, കുറേ സംഘടനകളും അങ്ങനെ കുറേ പേര് നമുക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങൾക്ക് ജോലിക്ക് പോകാൻ പറ്റില്ലായിരുന്നു. കുഞ്ഞിനെ ആഴ്ചയിൽ കൊണ്ടുപോകണമായിരുന്നു, പിന്നെ മാസത്തിലായി. അപ്പോൾ ഓരോ തവണ പോകുമ്പോഴും പരിയാരം മെഡിക്കൽ കോളേജില്ലേ, നമുക്ക് ക്യാഷ് വേണമല്ലോ. അപ്പം നമ്മൾ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്. അവരെയൊക്കെ ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്. അങ്ങനെ അവരുടെയൊക്കെ സഹായം കൊണ്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോയി. എന്താണേലും എൻ്റെ കുഞ്ഞിന് ഇപ്പം ദൈവം സഹായിച്ചിട്ട് ഈ 2 ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വലുതാവുന്ന സമയത്ത് കണ്ണ് നമ്മൾ ഇടയ്ക്കൊന്ന് കൊണ്ടുപോയിട്ട് നോക്കണം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ചിലപ്പോൾ ഭാവിയിൽ കണ്ണിനകത്തോട്ടൊക്കെ പോയിട്ടുള്ളതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം വന്നാലോ എന്നിട്ട് ഇടയ്ക്കൊക്കെ നിങ്ങൾ കണ്ണ് കൊണ്ട് ചെക്ക് ചെയ്യണം എന്നുള്ളത് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട്. നമ്മളതൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് അത് ചെയ്യാറുണ്ട്. പിന്നെ ഇതാണ് ഞങ്ങളുടെ ജീവിതത്തിൽ നടന്ന ഒരു നമ്മൾ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത, മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഇൻസിഡൻ്റാണിത്. പിന്നെ മറക്കാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ മുമ്പിൽ മോള് നിൽക്കുമ്പം അവളുടെ മുഖത്ത് ഇതിൻ്റെ പാടുകൾ എന്നും ഉണ്ട്. പക്ഷെ ആ പുള്ളി ഇപ്പോഴും ഒരു ഇപ്പം ജയിലിലായിട്ട് പുള്ളി എന്തൊക്കെയോ കേസൊക്കെ പിന്നെ നടത്തിയിട്ട് പുള്ളി വെളിയിൽ ഇറങ്ങിയിട്ട് നമ്മുടെ മുമ്പിലൂടെ നടക്കുന്നു. നമ്മൾ നാട്ടിലൊക്കെ പോകുന്ന സമയത്ത് കാണാറുണ്ട്, പുള്ളി നമ്മുടെ മുമ്പിലൂടെ നടക്കുന്നു. നമ്മുടെ ഇപ്പോഴും എൻ്റെ മോളുടെ ഇപ്പോഴത്തെ മുഖം ഞാൻ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്, ആ മുടിയൊക്കെ ഇല്ലാത്ത അവിടെ. അപ്പം അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാണ്. അയാൾ ഇപ്പോഴും ഇതായിട്ട് നടക്കുന്നു, നമ്മൾ ഇപ്പോഴും ഇതിൻ്റെ ബാക്കിയായിട്ട് അനുഭവിക്കുന്നു. ഇത് കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റും, അവളുടെ അവിടെ മുടിയില്ല. അവിടെ മുടി ഇനി വളരത്തുമില്ല, അല്ലെങ്കിൽ വല്ല പ്ലാസ്റ്റിക് സർജറിയും ചെയ്യണമായിരിക്കും. അപ്പം ഇതാണ് ഞങ്ങളുടെ ലൈഫിൽ നടന്ന ആ ഒരു ഇൻസിഡൻറ്റ്, ആ ഒരു ആക്സിഡൻറ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ.